ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ഒരുക്കിയ അതിർത്തിയിലെ വൻ സേനാ സന്നാഹം ഉടൻ പിൻവലിക്കില്ല. വെടിനിർത്തൽ കരാർ ഏത് സമയം വേണമെങ്കിലും പാകിസ്ഥാൻ ലംഘിക്കാനുള്ള സാധ്യത കണക്കിലെടുത്താണ് ഈ ഒരു തീരുമാനം. ഇരു രാജ്യങ്ങളും തമ്മിലെ തുടർ ചർച്ചകളും നിർണായകമാണ്. ഭീകരവാദത്തോട് വിട്ടുവീഴ്ചയില്ലെന്നും അത്തരത്തിലുള്ള ഏത് നീക്കവും യുദ്ധമായി കണക്കാക്കുമെന്നാണ് ഇന്ത്യയുടെ നിലപാട്. ഇന്ത്യ സൈനിക സമ്മർദ്ദം ശക്തമായി തുടരണമെന്ന അഭിപ്രായമാണ് പ്രതിരോധ രംഗത്തെ വിദഗ്ധരുൾപ്പെടെ പങ്കുവയ്ക്കുന്നത്. സൈനിക ഡയറക്ടർ ജനറൽമാർ തമ്മിൽ നടന്ന ഉഭയകക്ഷി ചർച്ചയിൽ ഇന്ത്യ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. പാകിസ്ഥാൻ കാണിക്കുന്ന വിട്ടുവീഴ്ച മനോഭാവത്തിന്റെ അടിസ്ഥാനത്തിലാകും ഇന്ത്യയുടെ തുടർ നടപടികൾ. ഓപ്പറേഷൻ സിന്ദൂർ തുടരുമെന്ന് വ്യോമസേനയും വ്യക്തമാക്കിയിരുന്നു. അതേസമയം ഇന്ത്യ തീവ്രവാദികളായി കാണുന്നവരെ വിട്ടുതരണമെന്ന ആവശ്യം മുമ്പോട്ട് വയ്ക്കും. ദാവൂദ് ഇബ്രാഹിം, മസൂദ് അസർ, ഹാഫിസ് സെയ്ദ് തുടങ്ങിയ ഭീകരരെ വിട്ടുകിട്ടണമെന്നായിരിക്കും ആവശ്യപ്പെടുക. ഇതിനോട് പാകിസ്ഥാൻ എന്ത് നിലപാട് എടുക്കുമെന്നത് നിർണായകമാണ്. IMF-ൽ നിന്നുള്ള സഹായധനത്തിന്റെ കാര്യത്തിലടക്കം ആശങ്കയുയർന്നപ്പോഴാണ് പാകിസ്ഥാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായത് എന്നാണ് സൂചന. തങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം ഡയറക്ടർ ജനറൽ തല ചർച്ചയിൽ പാകിസ്ഥാൻ ഇന്ത്യയുമായും പങ്കുവച്ചിട്ടുണ്ട്. തുടർ ചർച്ച തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12-ന് നടക്കും. തിങ്കളാഴ്ചത്തെ ചർച്ചയിൽ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് പുനഃപരിശോധിക്കണമെന്ന് പാകിസ്ഥാൻ ആവശ്യപ്പെട്ടേക്കും. ഇന്ത്യ വഴങ്ങില്ലെന്നാണ് സൂചന. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതടക്കം പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഏർപ്പെടുത്തിയ ഉപരോധ നടപടികൾ തുടരും. തീവ്രവാദികളെ വിട്ടുതന്നാൽ ഇക്കാര്യത്തിൽ പുനരാലോചന എന്ന നിലപാടും എടുക്കും. അതിനിടെ വെടിനിർത്തൽ ധാരണയ്ക്ക് ശേഷമുള്ള സ്ഥിതിഗതികൾ ഞായറാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗം വിലയിരുത്തി. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, വിദേശകാര്യമന്ത്രി S ജയശങ്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ, 3 സേനാ മേധാവികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഇന്ത്യ പാക് സംഘർഷത്തിന്റെ സാഹചര്യത്തിൽ അതിർത്തി പ്രദേശങ്ങളിൽ അതീവ ജാഗ്രത തുടരും. വെടിനിർത്തലിന് ധാരണയായെങ്കിലും പാകിസ്ഥാന്റെ പ്രകോപനം ഉണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകി. പാകിസ്ഥാന്റെ ഏതു വെല്ലുവിളിയും നേരിടാൻ സജ്ജമാണെന്ന് സൈന്യം വ്യക്തമാക്കി. ജമ്മുകാശ്മീരിൽ ചിലയിടങ്ങളിൽ രാത്രി പാകിസ്ഥാന്റെ ഷെല്ലാക്രമണം ഉണ്ടായതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സൈന്യം ശക്തമായി തിരിച്ചടിച്ചു. വെടിനിർത്തൽ പ്രഖ്യാപനം ഉണ്ടായെങ്കിലും അനിശ്ചിതത്വം തുടരുകയാണ്. പാക് നടപടികൾ ഇന്ത്യ ജാഗ്രതയോടെ തന്നെ നിരീക്ഷിക്കുകയാണ്. പഞ്ചാബിൽ പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്ന 5 ജില്ലകളിലെ സ്കൂളുകൾക്ക് അവധിയാണ്. മറ്റുള്ള ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കും. രാജസ്ഥാനിലെ ജയ്സാൽമോർ ജില്ലയിലും നിരീക്ഷണം തുടരും. വെടിനിർത്തൽ ധാരണയ്ക്ക് ശേഷം മെയ് 10-ന് രാത്രിയിലും ഇന്നലെ പുലർച്ചെയും അതിർത്തി കടന്നും നിയന്ത്രണ രേഖ കടന്നും വെടിവെപ്പും ഡ്രോൺ ആക്രമണവും നടത്തിയ പാക് നടപടി നിർഭാഗ്യകരമാണെന്ന് ഇന്ത്യയുടെ മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഗൈ അവരുടെ DGMOയെ അറിയിച്ചു.